ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ നനച്ചുളിപ്പണിയുടെ രണ്ടാമത്തെ ദിവസമാണ്. ആദ്യം തന്നെ ഞാൻ റൂമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം റൂമിൽ അലമാര ഫുള്ളായിട്ട് ക്ലീനാക്കി എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിരുന്നു. ഇന്ന് ഞാൻ റൂം ഫുള്ളായിട്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്യുകയാണ്. ആദ്യം ഞാൻ കർട്ടനൊക്കെ അഴിച്ച് വാഷ് ചെയ്യാൻ വേണ്ടി ഇടുന്നുണ്ട്. പിന്നെ ബെഡ്ഷീറ്റും പില്ലോയും ഒക്കെ എടുത്ത് മാറ്റുകയാണ്. പിന്നെ അലമാര കഴിഞ്ഞ ദിവസം ക്ലീൻ ആക്കിയോണ്ട് തന്നെ ഇന്നത്തെ പണി എളുപ്പമായിരിക്കണം കേട്ടോ. നമ്മൾ ഇങ്ങനെ പാർട്ടായിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മടുപ്പ് തോന്നില്ല. പിന്നെ ഈസി ആയിട്ട് ക്ലീനിങ് ഒക്കെ കഴിയുകയും ചെയ്യും. അപ്പോൾ കർട്ടനും കിടക്കയൊക്കെ മാറ്റിയതിന് ശേഷം പൊടിയും മാറാലയൊക്കെ തട്ടി കൊടുക്കുകയാണ്. ഇങ്ങനെ പൊടി തട്ടുമ്പോൾ എപ്പോഴും നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് തട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഫാനിലുള്ള പൊടിയൊക്കെ തട്ടുകയാണ്. അപ്പോൾ ഞാൻ പൊടിയൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡസ്റ്ററാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇത് കാർ ക്ലീനിങ് ഡസ്റ്റർ എന്നാണ് ഉള്ളത്. ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. അപ്പം ഇതിൽ മൈക്രോ ഫൈബറിൻ്റെ ആ ക്ലോത്തിൻ്റെ ഒരു നാര് പോലെയുള്ള ഇതാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. അത് ഇങ്ങനെ പിടിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ ജനാലയിലുള്ള പൊടിയും ഒക്കെ തട്ടൽ ഈ ഒരു ഡസ്റ്റർ വെച്ചിട്ട് തന്നെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ഫാനുമേലുള്ള പൊടിയൊക്കെ തട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ എ സിയിലുള്ള പൊടിയൊക്കെ തട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലൊരു നെറ്റ് പോലെയുള്ളൊരു ഇതുണ്ട്. അത് എടുത്തിട്ട് നമ്മൾ ഇടയ്ക്ക് ക്ലീൻ ആക്കണം. അതിലിങ്ങനെ പൊടി പറ്റി പിടിച്ച് കിട്ടും. അപ്പം കൂളിംഗ് ഒക്കെ കുറവായിരിക്കും എ സിക്ക്. അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് എടുത്തിട്ട് ക്ലീൻ ആക്കലുണ്ട്. അപ്പോൾ അത് ഇങ്ങോട്ട് ഊരിയെടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ എയർ ഹോൾ ഞാനൊരു കാർഡ്ബോർഡ് വെച്ച് അടിച്ചതേനു. അതിങ്ങനെ താന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റുന്നുണ്ട് വേറെ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. എ സിമ്മേലുള്ള പൊടിയൊക്കെ തട്ടി പിന്നെ അലമാറേൻ്റെ മുകളിലുള്ള പൊടിയും തട്ടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ മാറാല തട്ടുന്നുണ്ട്. അപ്പോൾ നീളത്തിലുള്ള ആ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ മാറാലൊക്കെ തട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ റമദാനോട് അടുപ്പിച്ചിട്ട് ഇങ്ങനെ ക്ലീനിങ് ഒക്കെ എല്ലാവരും ചെയ്യണതാണ്. നമ്മൾ നനച്ചുള്ളി എന്നല്ലേ പറയാം. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യണത് നല്ലതാണ് കേട്ടോ. പക്ഷെ വർഷത്തിലൊരിക്കൽ നമ്മളിങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരു 3 മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ ഇതേപോലെ ഡീപ്പ് ക്ലീനിങ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട് എപ്പോഴും പുതിയതുപോലെയും നല്ല ഫ്രഷ് ആയിട്ടൊക്കെ നിൽക്കും കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ട്. ഒരു 3-4 മാസമൊക്കെ കഴിയുമ്പം അധികം പൊടി പിടിച്ചിരിക്കണമെന്ന് തോന്നുമ്പോൾ കേട്ടോ. നമ്മളെന്നും അടിച്ചു തരും തുടയ്ക്കും എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഇടയ്ക്കൊക്കെ ജനാലയിലുള്ള പൊടിയും ഒക്കെ തുടയ്ക്കും. കാണുന്ന ആ ഒരു ഭാഗങ്ങളിലുള്ള പൊടിയൊക്കെ തുടയ്ക്കും എന്നല്ലാണ്ട് നമ്മൾ ഇതേപോലെ എല്ലാം ഒന്ന് നീക്കിയിട്ട് മുക്കും മൂലയൊക്കെ നോക്കി ക്ലീൻ ചെയ്യുന്നത് ഇതേപോലെ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ മാത്രമാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ ഈ ഒരു റമദാനോട് അടുപ്പിച്ച് മാത്രമല്ലാണ്ട് ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ഇതേപോലെ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നത് നല്ലതാട്ടോ. അപ്പോൾ ഇങ്ങനെ പൊടിയൊക്കെ തട്ടുമ്പോഴാണ് ചുവരിൽ ഞാനൊരു ഫ്രെയിം ചെയ്തിട്ട് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ജനുവരി 1. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പിക്ചറൈസ് ചെയ്തിട്ട് ഒരു വിഷൻ ബോർഡ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കില്ല എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ കൊല്ലം ലാസ്റ്റിലേക്ക് ഇൻഷാ അല്ലാഹ് നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ, ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ അച്ചീവ് ചെയ്തെന്നുള്ളത്. ഇങ്ങനെ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നതിനെ കൊണ്ട് കാര്യമുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് വീഡിയോസിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നപ്പം ഒന്ന് ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിൽ വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വിചാരിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു മാസമായാലും നമ്മൾ ജനുവരി കഴിയാറായി. അപ്പോൾ എനിക്കിപ്പം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വിഷൻ ബോർഡ് നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പം നമ്മളുടെ ആഗ്രഹങ്ങളെ പറ്റിയിട്ട് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, നമ്മളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു പിക്ചറൈസ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അത് നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോന്നൽ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വിഷൻ ബോർഡ് ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ചിലപ്പോൾ ചിന്തിക്കില്ല. ഇത് നമ്മൾ ഈ ഒരു വിഷൻ ബോർഡ് കാണുമ്പം നമ്മളുടെ മനസ്സിൽ അറിയാതെ തന്നെ വരും ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്, ഇതെങ്ങനെയെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ എന്തെങ്കിലും ചെയ്യണം. ഒരു ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മളുടെ മൈൻഡിൽ ഇങ്ങനെ ആ ഒരു ചിന്ത വന്നുകൊണ്ടിരിക്കുമ്പം നമ്മൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു വർഷം കഴിയുമ്പോഴേക്കും എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ മാറാലൊക്കെ തട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ജനാലയിലുള്ള പൊടികളും പിന്നെ കട്ടിൽമേലൊക്കെ കുറേ പൊടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കിടക്കൊക്കെ എടുത്തതിന് ശേഷം ഈ നമ്മൾ ഫാനുമെന്നും ഒക്കെ തട്ടിയിട്ടുള്ള പൊടികളൊക്കെ ഈ കട്ടിൽമേലേക്കാണ് വീണത്. അപ്പോൾ അതും പിന്നെ അതിൻ്റെ സൈഡിലും കോർണറിലും ഒക്കെ ആയിട്ട് കുറേ പൊടികളുണ്ടായിരുന്നു. അപ്പോൾ ആ പൊടികളൊക്കെ തട്ടി ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കട്ടിലിൻ്റെ മുകളിൽ നിന്നൊക്കെ പൊടിയൊക്കെ തട്ടിയതിന് ശേഷം പിന്നെ കട്ടിലിൻ്റെ അടിയിലും കൂടി ഞാൻ പൊടി തട്ടുന്നുണ്ട്. കാരണം നമ്മളെപ്പോഴും ശ്രദ്ധ എത്താത്തൊരു സ്ഥലമാണ് കട്ടിലിൻ്റെ അടിയിൽ. അപ്പോൾ അവിടെ മാറാല പിടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ആണല്ലോ അവിടെയൊക്കെ തട്ടുക. നമ്മൾ ജസ്റ്റ് ചൂലുകൊണ്ട് കട്ടിലിൻ്റെ അടി അടിച്ച് വാരുന്നല്ലാണ്ട് ഇതേപോലെ മാറാല
എപ്പോഴും ഒന്നും തട്ടാൻ പറ്റാറില്ലല്ലോ അപ്പോൾ ഞാനിതാ ഇതേപോലെ കട്ടിലിൻ്റെ അടിയിലുള്ള മാറാലൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മൾ പൊടി തട്ടലും മാറാല തട്ടലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നായിട്ട് ആ പൊടികളൊക്കെ അടിച്ച് വാരി റൂം മൊത്തം ക്ലീൻ ആക്കാം. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ നനഞ്ഞ തുണി വെച്ചിട്ട് എല്ലാ സ്ഥലവും തുടയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫാന് നനച്ച് തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തുടയ്ക്കുമ്പോഴേ ആ ഒരു പൊടിയൊക്കെ ഫുള്ളായിട്ട് ഇങ്ങോട്ട് പോരുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫാന് കഴിഞ്ഞിട്ട് പിന്നെ AC ഒക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കി. പിന്നെ അലമാരയുടെ മുകളിലും പിന്നെ അലമാരയുടെ പുറം ഭാഗവും നമ്മൾ ഇന്നലെ അലമാരയുടെ ഉള്ളിൽ മാത്രമേ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഇന്ന് നമ്മൾ പുറത്തൊക്കെ പൊടി തട്ടുമ്പം അലമാരയുടെ മുകളിലാവുന്നുള്ളതിനെ കൊണ്ട് ഇന്നലെ അതൊന്നും തുടച്ചിട്ടില്ലേനു. അപ്പോൾ അലമാരയുടെ പുറം ഭാഗവും അലമാരയുടെ മുകളിലൊക്കെ നല്ലോണം തുടയ്ക്കുന്നുണ്ട്. പിന്നെ അലമാര തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ജനലാണ് തുടയ്ക്കണത്. ജനലിൻ്റെ കമ്പിൻ്റെ ഇടുക്കിലൊക്കെ പൊടികളുണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ലോണം തുടയ്ക്കുന്നുണ്ട്. പിന്നെ ജനൽ തുടച്ച് കഴിഞ്ഞിട്ട് കട്ടിലും നല്ലോണം തുടയ്ക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗവും കട്ടിലിൻ്റെ സൈഡിലും ബാക്കിലും കട്ടിലിൻ്റെ മൂലയിലും ഒക്കെ നല്ലോണം നനച്ച് തുടയ്ക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കട്ടിലും ഫുള്ളായിട്ട് തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ റൂമിൻ്റെ ഡോർ ഉണ്ടല്ലോ അതും നല്ലോണം നനച്ച് തുടയ്ക്കുകയാണ്. ഡോറും കൂടി തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ നനച്ച് തുടച്ചു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ തറ നന്നായിട്ട് തുടയ്ക്കുക. അപ്പോൾ തറ ഞാൻ 2-3 പ്രാവശ്യം നല്ലോണം തുടച്ചെടുക്കുന്നുണ്ട്. ഈ പൊടിയും ഒക്കെ ആയതുകൊണ്ട് തന്നെ 2-3 പ്രാവശ്യം തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ റൂമിൻ്റെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതേ സമയം തന്നെ ഞാൻ കർട്ടനും ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി എല്ലാം തിരിച്ച് റൂമിലേക്ക് കൊണ്ടുവെക്കാനുള്ള ഒരു പണിയാണ് കേട്ടോ ഉള്ളത്. അത് പിന്നെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണില്ല. ഇതിൽ കുറേയൊക്കെ കട്ട് ചെയ്തിട്ടാട്ടോ ഇട്ടത്. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം ഒരുപാട് ടൈം പിടിക്കും നമ്മളുടെ പണി തീരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എല്ലാം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ റൂമിൽ നിന്ന് എടുത്ത എല്ലാ സാധനങ്ങളും തിരിച്ച് അതേപോലെ തന്നെ കിടക്കും കർട്ടനൊക്കെ അതേപോലെ തന്നെ തിരിച്ച് അതേപോലെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ 2ാമത്തെ ദിവസത്തെ ഡീപ്പ് ക്ലീനിങ്ങും കഴിഞ്ഞ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. എന്നാലേ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസത്തെ ക്ലീനിങ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.